നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞാൽ മെമ്മറി ലേഔട്ട് ആണ്. ഇപ്പോൾ ഒരു പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ അതിലുള്ള ഓരോ വേരിയബിൾസും ഓരോ ഫംഗ്ഷനൊക്കെ എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ മെമ്മറി ലേഔട്ട് എന്നുള്ളതുകൊണ്ട് ഒന്ന് പഠിക്കാൻ പോകുന്നത്. മെമ്മറി ലേഔട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഒരു പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാവും എന്ന് വെച്ചാൽ സ്റ്റാക്ക് സെഗ്മെന്റ് ഉണ്ടാവും, അത് ടോപ്പ് ആയിരിക്കും. ഏറ്റവും മേലായിരിക്കും നമ്മുടെ കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ്സ് അതിൻ്റെ എൻവറൺമെന്റ് വേരിയബിൾസ് ഒക്കെ വരുന്നത്. സ്റ്റാക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ ഹീപ്പ് മെമ്മറിയാണ് വരിക. ഈ സ്റ്റാക്കിൽ എന്തൊക്കെ സ്റ്റോർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞില്ല ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺ ടൈപ്പ്, പിന്നെ ഫംഗ്ഷന്റെ ആർഗ്യുമെന്റ്സ്, ഫംഗ്ഷൻ പാസ് ചെയ്യുന്ന ആർഗ്യുമെന്റ്സ്, പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷന്റെ ഉള്ളിലുള്ള വേരിയബിൾസ്, ഇതിനുള്ള മെമ്മറി ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ സ്റ്റാക്കിലായിരിക്കും. സ്റ്റാക്ക് ഫ്രെയിം ആണ് ഒന്ന് ക്രിയേറ്റ് ചെയ്യുക. പിന്നെ വരുന്നതാണ് ഹീപ്പ് മെമ്മറി. ഹീപ്പ് മെമ്മറി എന്തൊക്കെയാണ് വരുന്നത്? ഹീപ്പ് മെമ്മറിയിൽ വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് ഹീപ്പ് സെഗ്മെന്റിൽ വരുന്ന നമ്മളിപ്പോൾ ഒന്ന് സ്റ്റോർ ചെയ്യുന്ന മെമ്മറി ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി സ്റ്റാറ്റിക് മെമ്മറീസ് ആണ്. ഓക്കെ, സ്റ്റാറ്റിക്കിൽ അലോക്കേറ്റ് ചെയ്യാണ്. ഇനി ഡൈനാമിക്കിൽ അലോക്കേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് മെമ്മറീസ്. ഓക്കെ, അപ്പൊ അതിന് യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ ഈ മെല്ലോക്ക് കല്ലോക്ക് ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പൊ ഈ മെല്ലോക്ക് കല്ലോക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതിന് വേണ്ട മെമ്മറീസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീപ്പ് സെഗ്മെന്റിലാണ് ക്രിയേറ്റ് ആവുക. അതാണ് ഹീപ്പ് സെഗ്മെന്റിലുള്ളത്. ഇനി അടുത്ത സെഗ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ സെഗ്മെന്റ് ആണ്. ഡാറ്റ സെഗ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡാറ്റ സെഗ്മെന്റിൽ രണ്ടെണ്ണം ഉണ്ട്: അൺഇനീഷ്യലൈസ്ഡ് ഡാറ്റ സെഗ്മെന്റും ഇനീഷ്യലൈസ്ഡ് ഡാറ്റ സെഗ്മെന്റ്. ഡാറ്റ സെഗ്മെന്റിൽ മെയിൻ ആയിട്ട് സ്റ്റോർ ചെയ്യണത് എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഗ്ലോബൽ വേരിയബിൾസ്, പിന്നെ പറഞ്ഞു കഴിഞ്ഞാല് സ്റ്റാറ്റിക് വേരിയബിൾസ്, ഇതെല്ലാം സ്റ്റോർ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ സെഗ്മെന്റിലാണ്. ഇനിയിപ്പോ ഇനീഷ്യൽ ഡാറ്റ സെഗ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് വേണമെങ്കിലും ആവാം, ഒന്ന് അറേ ആവാം, സ്ട്രക്ചർ ആവാം, എന്ത് വേണമെങ്കിലും ആവാം. പക്ഷെ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോബൽ ആയിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ സ്റ്റാറ്റിക് ആയിരിക്കണം. അപ്പൊ ആ മെമ്മറി ഒക്കെ ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനീഷ്യലൈസ്ഡ് ഡാറ്റ സെഗ്മെന്റിലും, അൺഇനീഷ്യലൈസ്ഡ് ആണെങ്കിൽ അൺഇനീഷ്യലൈസ്ഡ് ഡാറ്റ സെഗ്മെന്റിലും. ഇനി ടെക്സ്റ്റ് സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടെക്സ്റ്റ് സെഗ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഡ് ഓൺലി മെമ്മറി എന്നാണ് പറയുന്നത്. അപ്പൊ റീഡ് ഓൺലി മെമ്മറിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നത് ഈ ടെക്സ്റ്റ് സെഗ്മെന്റ് തന്നെയാണ്. നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഡ് ഓൺലി മെമ്മറി അല്ലെങ്കിൽ കോഡ് സെഗ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ കോഡ് സെഗ്മെന്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കോഡിലുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെയാണ് മെയിനിലായി സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ റീഡ് ഓൺലി ആയിട്ടുള്ള സ്ട്രിങ്സ് ഉണ്ടാവും. അപ്പൊ അത് കോൺസ്റ്റന്റ് സ്ട്രിങ്സ്, ഇതൊക്കെ സ്റ്റോർ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് സെഗ്മെന്റിലാണ്. അപ്പൊ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇനി നോക്കി നോക്കാം. ഓക്കെ, ഓരോന്ന് പ്രോഗ്രാം എക്സാമ്പിൾ യൂസ് ചെയ്ത് നോക്കാം. ഇപ്പൊ ഈ ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. ഓക്കെ, India equal to 10. ഓക്കെ, ക്യാരക്ടർ അപ്പൊ ഇതില് എന്തൊക്കെ വരിക? ഇതെന്ന് പറഞ്ഞാൽ ഗ്ലോബൽ മെമ്മറിയാണ്, ഗ്ലോബൽ അല്ലേ, ഇത് ഗ്ലോബൽ വേരിയബിൾ ആണ്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ഡാറ്റ സെഗ്മെന്റിലാണ് വരിക. ഡാറ്റ സെഗ്മെന്റ്. ഓക്കെ, ഡാറ്റ സെഗ്മെന്റ്, ഇത് ഡാറ്റ സെഗ്മെന്റില് അത് ഏതാണ്? ഇനീഷ്യലൈസ്ഡ് അല്ലെ, ഈ ഇനീഷ്യലൈസ്ഡിലാണ് വരിക. ഓക്കെ, ഇതും ഡാറ്റ സെഗ്മെന്റ് ഇനീഷ്യലൈസ്ഡ്. ഇനി എന്താണ്? ഇതെന്താണ്? ഡാറ്റ സെഗ്മെന്റ് സ്റ്റാറ്റിക് ആണ്. സ്റ്റാറ്റിക് എന്താണ്? ഡാറ്റ സെഗ്മെന്റ് ഇനീഷ്യലൈസ്ഡ്. ഇത് ലോക്കൽ സെഗ്മെന്റ് ആണ്, ലോക്കൽ വേരിയബിൾ ആണ്.
അപ്പൊ ഇതിലെന്തിലാണ് ഇത് സ്റ്റാക്ക് സെഗ്മെന്റിലാണ് വരിക. ഇതും സ്റ്റാക്ക് സെഗ്മെന്റിലാണ് വരിക. ലോക്കൽ അല്ലേ, ഫംഗ്ഷന്റെ എന്താണ് സ്റ്റാക്ക് സെഗ്മെന്റ്. ഓക്കെ, ഇതെന്തിലാ ഇത് ഫംഗ്ഷനുള്ളിലാണ് പക്ഷെ സ്റ്റാറ്റിക് ആണ്. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ സെഗ്മെന്റ് ഇനീഷ്യലൈസർ. ഡാറ്റ സെഗ്മെന്റ് ഇനീഷ്യലൈസറിൽ വരും. ഓക്കെ, ഇനി എന്തെങ്കിലും മെമ്മറി ഇനിയിപ്പോ നമ്മൾ കോഡ് സെഗ്മെന്റും ഇതിപ്പോ സ്റ്റാക്ക് സെഗ്മെന്റ്, ഇനി എന്താ റിട്ടേൺ ഇവിടുന്ന് അടിക്കണില്ല, അതുകൊണ്ട് അത്. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഡാറ്റ സെഗ്മെന്റ് ഇനീഷ്യലൈസർ ആണ്. ഇപ്പൊ ഇനി ഇത് ഇനീഷ്യലൈസർ അല്ലെങ്കിൽ ആ സ്റ്റാക്ക് പി എന്ന് മാത്രം എഴുതിയെങ്കിൽ എന്താ അൺഇനീഷ്യലൈസ്ഡ്. ഓക്കെ, അൺഇനീഷ്യലൈസ്ഡ് സെഗ്മെന്റിൽ വരും. അപ്പൊ ഇതാണ് ഡിഫറെന്റ് ടൈപ്പ് മെമ്മറി സെഗ്മെന്റേഷൻ ഇൻ സി എന്ന് പറയുന്നത്. ഓക്കെ, മെമ്മറി സെഗ്മെന്റേഷൻ ഇൻ സി എന്ന് പറയുന്നത് ഇതാണ്. ഇതൊക്കെയാണ് മെമ്മറി സെഗ്മെന്റേഷൻസ്. ഇനി എന്ന് പറഞ്ഞാൽ ഓക്കെ, വേറൊന്നെന്ന് പറഞ്ഞാൽ ക്യാരക്ടർ എന്നുണ്ട്. കെയർ സ്റ്റാർ പി ടി ആർ ഹലോ വേൾഡ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഡ് സെഗ്മെന്റിലാണ് സ്റ്റോർ ചെയ്യുക. കോഡ് സെഗ്മെന്റിലാണ് സ്റ്റോർ ചെയ്യുക. ഓക്കെ, ഇത് കോഡ് സെഗ്മെന്റിലാണ് സ്റ്റോർ ചെയ്യുക. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കോഡ് സെഗ്മെന്റ് ഓർ ടെക്സ്റ്റ് സെഗ്മെന്റ്. ഓക്കെ, അപ്പൊ ഇതാണ് ടോട്ടല്. അപ്പൊ ഇതാണ് നമ്മുടെ സെഗ്മെന്റ്സ്. ഓക്കെ.